ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. നാൻസി ആയിരിക്കും വീട്ടിലേക്ക് വന്നിരിക്കുന്നതെന്ന് വിചാരിച്ച് ഓടിച്ചെന്ന് വാതിൽ തുറക്കും. പക്ഷെ പുറത്താണെങ്കിലോ നമ്മുടെ യാനാണ്. അങ്ങനെ തന്നെ ജിങ്ഷി വാതിലടക്കാനായിട്ട് പോകും. അവൻ അങ്ങനെ തന്നെ സ്റ്റോപ്പ് ചെയ്ത് അകത്തേക്ക് കയറി വരും. അന്നേരം ജിങ്ഷി ആണെങ്കിലോ എനിക്ക് ഇന്ന് ഒരുപാട് വർക്കുണ്ട്, ഞാൻ ബിസിയാണെന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറി പോകും. ഓ, എന്റെ ഗേൾ ഫ്രണ്ട് ബിസിയാണല്ലേ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിൽക്കുന്നില്ല, ഞാൻ പോവാന്ന് പറയും. പിന്നെ കേൾക്കുന്നത് വാതില് അടക്കുന്ന സൗണ്ടാണ്. ഇവൻ എന്ത് പണിയാ കാണിച്ചത്, എന്റെ അടുത്ത് ഒരു വാക്ക് പോലും പറയാണ്ട് പോയി കളഞ്ഞല്ലോ എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നോക്കും. പക്ഷെ ഞാൻ അവിടെ നിന്ന് പോയിട്ടില്ല, സൈഡിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇത് കാണുമ്പോ തന്നെ ജിങ്ഷിക്ക് വല്ലാത്ത നാണം വരും. എന്നാലും ആ ദേഷ്യം മെയിൻറ്റെയിൻ ചെയ്യണോല്ലാന്ന് പറഞ്ഞിട്ട്, അല്ല നീ എന്താ ഇവിടെ നിന്ന് ചോദിക്കും. എന്റെ ദേഷ്യക്കാരി ഗേൾ ഫ്രണ്ടിനെ ഒന്ന് പാമ്പർ ചെയ്യാനായിട്ട് വന്നതാന്ന് പറയും. അതിന്റെ ആവശ്യമില്ലാന്നും പറഞ്ഞ ജിങ്ഷി നടക്കും. അപ്പൊ തന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട്, മതി ജിങ്ഷി നിർത്ത്, അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു പോയി, അതിന് നീ മിണ്ടാണ്ടിരുന്നിട്ട് കാര്യമൊന്നും ഇല്ലാന്ന് പറയും. അല്ല ഞാൻ എപ്പോഴാ നിന്റെ അടുത്ത് മിണ്ടാണ്ടിരുന്നേ നിന്നെ ചോദിക്കും. അല്ല ഇന്നലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വരുന്നതിന് മുമ്പ് തന്നെ നീ എന്നെ വിട്ടിട്ട് പോയില്ലേ, അതും എന്നെ മഴയിൽ ഒറ്റക്കാക്കിയിട്ട് പോയി കളഞ്ഞു എന്ന് പറയും. എനിക്ക് ഇന്നലെ കുറച്ച് ദേഷ്യം വന്നു, അത്രേ ഉള്ളൂ എന്നറിയും. ദേഷ്യം ഉണ്ടല്ലോ നമ്മളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. എന്തായാലും ദേഷ്യം ഉള്ളിൽ വെച്ചിട്ടിരിക്കാൻ പാടില്ല, എന്തുണ്ടെങ്കിലും ഫേസ് ടു ഫേസ് പറയണമെന്നറിയും. എന്താണെങ്കിലും ഫേസ് ടു ഫേസ് പറയട്ടെ നിന്നെ ചോദിക്കും. ആ പറഞ്ഞു. അങ്ങനെയാണെങ്കിലേ ഇന്നലെ നൈറ്റ് മുഴുവനും ഞാൻ നിന്നെ ചീത്ത പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു എന്നറിയും. ഓ, അത്രയ്ക്കും നിന്നെ ഞാൻ ഹേർട്ട് ചെയ്തോ? അതെ, ഹേർട്ടായി, എനിക്ക് ഒരുപാട് ഹേർട്ടായി. നിനക്ക് ഓൾറെഡി അറിയാലോ സിഡ്നിക്ക് നിന്റെ മേത്തൊരു ഫീലിങ്സ് ഒക്കെ ഉണ്ടെന്ന്. അപ്പോ നമ്മളിങ്ങനെ റിലേഷൻഷിപ്പിലിരിക്കുമ്പോ ഒറ്റക്ക് നീ അവളുടെ കൂടെ ഫുഡൊന്നും കഴിക്കാനായിട്ട് പോകുന്നത് അത്രയ്ക്ക് ശരിയല്ല എന്നറിയും. അതൊരു ബിസിനസിന്റെ കാര്യത്തിന് വേണ്ടി പോയതാന്നറിയും. എന്ത് ബിസിനസ്സാന്ന് ഇങ്ങനെ ചോദിക്കും. വേറൊന്നുമല്ല, മൊത്തമായിട്ട് അവളുടെ കൂടെയുള്ള എല്ലാം കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അവളുടെ ഷെയർസ് ഒക്കെ തിരിച്ചു കൊടുക്കണം, അതിന്റെ ഒരു ഡീലിങ്ങിന് വേണ്ടി പോയതാന്ന് പറയും. ഇപ്പോ സത്യം എന്താണെന്ന് ജിങ്ഷിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ യാനിന്റെ അടുത്തുള്ള ദേഷ്യവും മാറി. അങ്ങനെ തന്നെ യാനിനെ കെട്ടിപ്പിടിച്ച്, സിഡ്നിയുടെ കൂടെ നിന്നെ കണ്ടപ്പോ എനിക്ക് സങ്കടം വന്നു, അതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെട്ടെന്ന് പറയും. എനിക്കും കുറെ സങ്കടമൊക്കെ വന്നു നിന്നെ ഈച്ചന്റെ കൂടെ കണ്ടപ്പോന്ന് പറയും. ഓ, നീ എന്തായാലും എന്നാ ശ്രദ്ധിക്കുന്നു പോലും ഇല്ലല്ലോ. ഞാനേ ആ ലേഡിയുടെ കേസിൽ ഇത്തിരി തിരക്കായിരുന്നു, അതുകൊണ്ടാന്ന് പറയും. എന്നാലും എനിക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് എങ്കിലും അഴക്കായിരുന്നു. ഇന്നലെ മുഴുവനും സത്യം എന്താണെന്നറിയാണ്ട് വല്ലാത്ത ദേഷ്യത്തില് നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. പിന്നെ നമ്മള് വർക്കിൽ നല്ല ബിസിയാണ്. എന്റെ വർക്കെല്ലാം കഴിഞ്ഞ് നിന്നെ ഒന്ന് റീച്ച് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കും. അതാണോ പ്രോബ്ലം? നീ ആദ്യം നിന്റെ ഫോൺ ഇങ്ങോട്ട് കൊണ്ടുപോകാന്നും പറഞ്ഞ് ജിങ്ഷിയുടെ ഫോൺ വാങ്ങിച്ച് ലൊക്കേഷനൊക്കെ സെറ്റാക്കി കൊടുക്കും. ഇനി നിനക്ക് ഞാൻ എവിടെയാണെന്നുള്ള കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഈ ഫോണിൽ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. പിന്നെ ഞാൻ കോൾ എടുക്കുന്നില്ല എന്നും പറഞ്ഞ് സങ്കടപ്പെടുകയും വേണ്ട. എന്താ ഇപ്പൊ ഓക്കെ അല്ലേ നിന്നെ ചോദിക്കും. ഞാനിപ്പോ ഓക്കെയാന്നും പറഞ്ഞ് ജിങ്ഷി കെട്ടിപ്പിടിച്ച് കവളിൽ ഒരു കിസ്സൊക്കെ കൊടുക്കും. അങ്ങനെ തന്നെ ഞാനും ജിങ്ഷിനെ കിസ് ചെയ്യാനായിട്ട് വരുമ്പോ അവസാനം ഒന്ന് ആലോചിച്ച്, അല്ല നാൻസി അകത്ത് തന്നെ ഇല്ലേ നിന്നെ ചോദിക്കും. ഇല്ല, അവള് ക്ലാസ് എടുക്കാനായിട്ട് പോയി, ഇപ്പോഴെങ്ങും വരില്ല എന്നറിയും. അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്നും പറഞ്ഞ് ജിങ്ഷിനെ പൊക്കിയെടുത്ത് ഞാൻ അങ്ങനെ അകത്തേക്ക് പോകും. അതേ ടൈമിൽ ഇങ്ങും നാൻസിയും കൂടി നേരെ ബീച്ചിലേക്ക് വന്നേക്കുവാണ്. മനസ്സൊക്കെ അപ്സെറ്റ് ആയിട്ടിരിക്കുമ്പോ ഓഷനൊക്കെ കാണുന്നത് നല്ലതാണ്, നമ്മളെ ഒന്ന് കാമാക്കി തരൂന്ന് പറയും. ഇവളാണെങ്കിലും ഡിപ്രഷനിൽ തന്നെ വല്ലാത്തൊരു ഫീലിങ്ങില് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. എന്റെ ഈ ചെറുപ്പം ഞാൻ വെറുതെ വേസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്, ഞാൻ എങ്ങോട്ടായി പോകുന്നത്, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എന്നും പറഞ്ഞ് ഭയങ്കര അപ്സെറ്റ് ആയിട്ട് തന്നെ സംസാരിച്ചോണ്ടിരിക്കും. നാൻസി, നിനക്ക് ഈ ഓഷന്റെ അളവ് അറിയാമോ? ഒരുപാടുണ്ട്, അതില് ഒരു തരി പോലേ ഉള്ളൂ നമ്മളെല്ലാവരും. അതിനേലും കുഞ്ഞാണ് നമ്മുടെ മനസ്സ്. ആ മനസ്സ് വെച്ച് നമ്മളിങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാല് നിന്റെ യൂത്ത് വേസ്റ്റ് ആവുകയുള്ളൂ. ആകെ കുറച്ച് ടൈമേ മനുഷ്യർക്കുള്ളൂ, ഉള്ള ടൈം നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യുക, എന്നാലേ ലൈഫും ഹാപ്പി ആയിട്ട് ഇരിക്കുള്ളൂ എന്നറിയും. ഓക്കെ, ഇനി മുതൽ ഞാൻ ഹാപ്പിയാന്നും പറഞ്ഞ് നാൻസി ഭയങ്കര ഹാപ്പി ആയിട്ട് ബീച്ചിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. ആ ടൈമിന് ഒരു വലിയ വടിയൊക്കെ എടുത്ത് ലിങ് എന്തോ വരച്ചോണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോ നാൻസി അടുത്തേക്ക് വരും. എന്താ നീ ഇരുന്ന് വരച്ചോണ്ടിരിക്കുന്നേന്ന് ഇങ്ങനെ ചോദിക്കും. നീ ഒന്ന് നോക്കിയേ, എന്നിട്ട് മനസ്സിലാക്കിയത് എന്റെ അടുത്ത് പറയാനായിട്ട് അറിയും. ഇതെന്താണിത്? ഇത് ഉരുളക്കിഴങ്ങ്, മറ്റേത് എഗ് അല്ലേ? നിനക്ക് വിശക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഫുഡ് വാങ്ങി തരാന്ന് പറയും. ഓ, ഞാൻ ഇനി വരക്കില്ല, ഞാനേ വരച്ചു വെച്ചത് ഒരു ഹാർട്ടും ലെമണുമാണ്, നിനക്ക് മനസ്സിലാവില്ല, ഞാൻ ഇനി ഒന്നും ചെയ്യില്ല എന്നും പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ നടക്കും. അപ്പൊ തന്നെ നാൻസി സ്റ്റോപ്പ് ചെയ്തിട്ട്, നീ കുറച്ച് കഴിയുമ്പോ ഫ്രീ ആണോ എന്ന് ചോദിക്കും. ഇപ്പൊ ഞാൻ ഫ്രീ ആയിട്ട് എന്തിനാണ്, എന്നെ ഇരുന്ന് കളിയാക്കാനല്ലേ? അങ്ങനെയല്ല, എന്റെ കയ്യിലൊരു സോങ് ഉണ്ട്, അത് നിന്റെ ബാറിൽ യൂസ് ചെയ്താല് നന്നായിരിക്കും എന്ന് തോന്നുന്നു, അത് വേണമെങ്കിൽ ഞാൻ നിനക്ക് എടുത്ത് തരാന്ന് പറയും. അയ്യോ, ഫസ്റ്റ് ടൈം അല്ലേ നീ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് തരുന്നത്, അത് ഞാൻ വാങ്ങാന്ന് പറയും. അങ്ങനെയാണെങ്കിൽ വാ നമുക്ക് വീട്ടിൽ പോയി എടുക്കാന്ന് പറഞ്ഞ്
ഹെൽമെറ്റ് ഒക്കെ എടുത്തു കൊടുക്കും. അങ്ങനെ ഹെൽമെറ്റ് ഒക്കെ ഇട്ട് ലിങ് വണ്ടി ഓടിക്കാൻ പോകുമ്പോ നീ സ്ലോ ആയിട്ടേ വണ്ടി ഓടിക്കുള്ളൂ, നീ ബേക്കിലിരിക്കും, ഞാൻ ഓടിച്ചോളാന്നും പറഞ്ഞ് നാൻസി ആണെങ്കിലും വളച്ചൊക്കെ ഓടിക്കും. ലിങ് പാവം അവന്റെ ജീവൻ കയ്യിൽ പിടിച്ചാണ് നാൻസിയുടെ ബാക്കിലിരിക്കുന്നത്. അവസാനം വീടെത്തി കഴിയുമ്പോ ഇനി മേല ഞാൻ നിന്റെ കൂടെ ഇരിക്കില്ല എന്നും പറഞ്ഞ് ഒരു കണക്കിന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി രണ്ടുപേരും കൂടി നേരെ അകത്തേക്ക് ചെല്ലും. അവിടെ യാനുണ്ടല്ലോ വെള്ളവും കുടിച്ച് തിരിഞ്ഞു നോക്കുമ്പോ രണ്ടുപേരും നിൽക്കുവാണ്. രണ്ടുപേരും നമ്മുടെ യാനിനെ കണ്ട് വല്ലാണ്ട് ഷോക്കാകും. വേറൊന്നല്ല, ഒരു പിങ്ക് പാന്റ് ഒക്കെ ഇട്ട് നിൽക്കുവാണ്. ആ ടൈമിന് ജിങ്ഷി ആണെങ്കിലും ഈ ഡ്രസ് ഇടണോ എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരും. ഇത് കാണുമ്പോ വീണ്ടും ജിങ്ഷി നീ കലക്കുവാണല്ലോ എന്നും പറഞ്ഞ് നാൻസി നല്ല രീതിക്ക് കളിയാക്കും. ആ ഓക്കെ നിർത്ത്, ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാന്നും പറഞ്ഞ് യാനിന്റെ കൈ കയറി പിടിച്ച് ഇത് മിസ്റ്റർ യാൻ, ഇതെന്റെ ബോയ് ഫ്രണ്ടാന്ന് പറയും. എന്ത് ബോയ് ഫ്രണ്ടാ? യാനേ നീ എപ്പ ഈ ചേച്ചിനെ കറക്കി എടുത്തു എന്ന് ചോദിക്കും. മതിയടാ മതി, നീ എന്നെ കളിയാക്കിയതൊക്കെ മതി. അല്ല നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ എന്താന്ന് ചോദിക്കും. അയ്യോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല, ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് ആണ്. പിന്നെ ഒരു CD എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടം വരെ വന്നത്. എന്തായാലും ഞങ്ങൾ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, CD-യും എടുത്ത് പോയിക്കോളാന്നും പറഞ്ഞ് CD-യും എടുത്ത് നടക്കും. പോകുന്നതിന് മുമ്പായിട്ട് ലിങ് തിരിഞ്ഞ് ചേച്ചി എന്തായാലും ഡിന്നറിന് വന്നോട്ടാ, ഫാമിലി ഡിന്നറാന്നും പറഞ്ഞ് നൈസായിട്ട് പോകും. അപ്പൊ തന്നെ ഞാനും എന്തായാലും നീ ഡാഹ്വാനെയും കൂടി എടുത്തോ, ഫാമിലി റിയൂണിയൻ അല്ലേ എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകും. അങ്ങനെ ലിങ് നേരെ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം അമ്മയുടെ അടുത്ത് ചെന്ന് പറയും. അമ്മയാണെങ്കിൽ റിപ്പീറ്റ് അടിച്ച് കേട്ട് ഭയങ്കരമായിട്ട് ചിരിച്ചോണ്ടിരിക്കും. അതേ ടൈം ജിങ്ഷിയും യാനും ജിങ്ഷിയുടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഡാഹ്വാനെ എടുത്ത് നേരെ യാനിന്റെ വീട്ടിലേക്ക് ചെല്ലും. ഡോറിന്റെ പാസ്വേഡ് എന്താന്ന് ചോദിക്കും. അത് നിന്റെ ബർത്ത് ഡേറ്റ് ആന്ന് പറയും. അയ്യോ ഇത്രക്ക് സിമ്പിൾ പാസ്വേഡ് വെച്ചാ അറിയാവുന്നവര് മിസ്യൂസ് ചെയ്യില്ലെന്ന് പറഞ്ഞ് പാസ്വേഡ് ഒക്കെ അടിച്ച് രണ്ടുപേരും അകത്തേക്ക് ചെല്ലും. അങ്ങനെ ഇവളുടെ എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്യും. സിംഗിൾ ആയിട്ടിരുന്ന എല്ലാ സാധനങ്ങളും ഇപ്പോ ഡബിൾ ആയിട്ടുണ്ട്. അതിനുശേഷം ഡാഹ്വാനെയൊക്കെ പേടിപ്പിച്ച് രണ്ടുപേരും കൂടി കുക്ക് ചെയ്യാനായിട്ട് പോകും. ഞാൻ കുക്ക് ചെയ്യും, ജിങ്ഷി അത് നോക്കിയിരിക്കും. കുക്ക് ചെയ്യുന്നത് മാത്രമല്ലാണ്ട് ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങള് ജിങ്ഷിന്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ വെറൈറ്റി ആയിട്ട് കുക്ക് ചെയ്തൊക്കെ വെക്കും. അതേ ടൈം മിസ്റ്റർ ചാൻ ആണെങ്കിലോ യാനിന്റെ കൂടെ ഇപ്പോ ബിസിനസ് ചെയ്യാൻ നിൽക്കുന്ന ആളെ ചെന്ന് കണ്ട് നിങ്ങൾ യാനിന് വേണ്ടിയിട്ട് ഒന്നും കുറച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കൂട്ടി വേണം കൊടുക്കാനായിട്ട്, എന്നാലേ നിങ്ങളുടെ സ്റ്റാൻഡ് കിട്ടുള്ളൂ എന്നും പറഞ്ഞ് അയാളുടെ മനസ്സൊക്കെ മാറ്റും. അങ്ങനെ അയാളും വിളിച്ച് യാനിന്റെ അടുത്ത് കാര്യമൊക്കെ പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് യാനും ജിൻഷിയും കൂടി അവളുടെ ഓഫീസിലേക്ക് പോകും. അയ്യോ ഇവിടെ എന്താ നടക്കുന്നത്? മിസ്റ്റർ ഹാൻ എന്നെ നേരിട്ട് എന്നെ ഓഫീസിലേക്ക് ഡ്രോപ്പ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നു. എനിക്കെന്തോ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നറിയും. ദേ ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് അല്ലേ, അപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യും, നിന്റേത് മാത്രമല്ലേ ഞാൻ, അപ്പോ ഇങ്ങനെയാന്ന് പറയും. അപ്പൊ തന്നെ ജിങ്ഷി യാനിനൊരു കിസ്സൊക്കെ കൊടുക്കും. അത് കഴിയുമ്പോ തന്നെ യാനിന്റെ മനസ്സൊക്കെ മാറും. അല്ല നമ്മൾ രണ്ടുപേരും ബോസ് അല്ലേ, അപ്പോ കറക്റ്റ് ടൈമിന് ചെല്ലേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ജിങ്ഷിനെ പൊക്കിയെടുത്ത് അങ്ങനെ തന്നെ അവിടെ നിന്ന് പോകും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ജിങ്ഷിയുടെ ഓഫീസിൽ കാണിക്കാൻ ലില്ലിനെ സിസോനെ വിളിച്ചിരുത്തി. നമ്മുടെ ഓഫീസിൽ നിന്ന് തന്നെ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ആയിട്ടുണ്ട്. ചില ആളുകൾക്ക് ബോണസ് കൂട്ടിയും ചിലവർക്ക് കുറച്ചുമാണ് കൊടുക്കുന്നത് എന്നും പറഞ്ഞ് ഇതിന് നമ്മൾ എന്ത് നടപടി എടുക്കണോന്ന് ചോദിക്കും. ചിലപ്പോ ബോണസ് കിട്ടാനായിട്ടുള്ള ഡേറ്റ് അടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കംപ്ലൈന്റ് ചെയ്തതായിരിക്കും എന്ന് ലില്ലിയും പറയും. അപ്പൊ തന്നെ ജിങ്ഷിയും എന്തായാലും നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് അധികമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് ബോണസ് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുന്നത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. അതിന് ഇനി എക്സ്ട്രാ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈ ഒരു റൂള് ഇങ്ങനെ തന്നെ പോയിക്കോട്ടെ എന്നും പറഞ്ഞ് ഇവരങ്ങനെ തീരുമാനിക്കും. അതേ ടൈം വേവേക്ക് ആരുടെയോ അടുത്ത് നിന്നും മെസ്സേജ് വരും. എന്താ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തോന്നും ചോദിച്ച്. ഇല്ല ഇപ്പോ ചെയ്തോണ്ടിരിക്കാന്ന് പറഞ്ഞ് ഒരു റിപ്ലൈയും വേവെ അഴക്കുന്നുണ്ട്. അതേ ടൈം സാങ് ആ മെഷീൻ റിപ്പയർ ചെയ്ത പയ്യന്റെ അടുത്തേക്ക് വന്ന് എനിക്കിന്ന് ബോണസ് കിട്ടിന്ന് പറയും. ഓ സാങ് നീ എന്തായാലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അതിന്റെ ബോണസ് നിനക്ക് കിട്ടിക്കാണും, ദേ ഇത്രയും കിട്ടിയെന്നും ചോദിച്ച് കയ്യിലൊരു ആക്ഷൻ കാണിക്കും. ഇതാണെങ്കിലോ വേവെ കണ്ട് വല്ലാത്ത ദേഷ്യം കയറി നേരെ ജിങ്ഷിയുടെ അടുത്തേക്ക് ചെല്ലും. എന്തുകൊണ്ടാണ് എനിക്ക് ബോണസ് കുറച്ചിട്ടത്? സാങ്ങിനേലും ബോണസ് എനിക്ക് കുറവാണെന്ന് പറയും. അപ്പൊ തന്നെ ജിങ്ഷി വേവേനോട് അവിടെ ഇരിക്കാനായിട്ട് പറയും. ഇയർ ആൻഡ് ബോണസ് കമ്പനി റൂൾസ് പ്രകാരമാണ് എല്ലാവർക്കും ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്തത്. നമുക്ക് മുൻപേ പരിചയം ഉണ്ടെന്നും പറഞ്ഞ് എനിക്ക് നിനക്ക് അങ്ങനെ ബോണസ് ഒന്നും കൂട്ടി തരാനായിട്ട് സാധിക്കില്ല എന്ന് പറയും. ഓക്കെ ശരി, ഞാൻ ഈ ബോണസിന്റെ കാര്യം വിടുവാണ്, എന്നാലും എനിക്കൊരു കാര്യം അറിയണം, എനിക്ക് എപ്പോഴാണ് ഇതിന്റെ ഷെയർസ് ഒക്കെ കിട്ടുന്നത്? ഞാൻ ഈ ഷിങ്ചൻ കമ്പനിയുടെ ഫൗണ്ടർ മെമ്പർ അല്ലേ, അപ്പൊ എനിക്കും ഷിങ്ചന്റെ കുറച്ച് ഷെയർസ് കിട്ടില്ലേ എന്ന് ചോദിക്കും. അല്ല ഞങ്ങൾ എപ്പോഴാണ് നിങ്ങൾക്ക് കമ്പനിയുടെ ഷെയർസ് ഒക്കെ തരാന്ന് പറഞ്ഞെന്ന് സിസോയും ചോദിക്കും. അല്ല ഇന്റർവ്യൂ എടുക്കുന്ന ടൈമിന് നിങ്ങളല്ലേ എന്റെ അടുത്ത് പറഞ്ഞത് നമുക്ക് ഒരുമിച്ച് ഷിങ്ചൻ കമ്പനി വലുതാക്കാം, അപ്പോ അതിന്റെ ഒരു ഷെയർ നിങ്ങൾക്കും കിട്ടുമെന്ന്. എന്താ മറന്നുപോയോ? നിങ്ങളിപ്പോ
ഞാനിപ്പോ പ്രോമിസ് ബ്രേക്ക് ചെയ്യുവാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. ആക്ച്വലി സിസോ ഇവളെ ഇന്റർവ്യൂ എടുക്കുന്ന ടൈമിന് പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു പോയിട്ടുണ്ട്. ഈ ഒരു കാര്യം സിസോ ഒന്ന് ഓർത്തെടുക്കും. ഷിങ്ചൻ ആ ടൈമിന് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. ആ ഒരു ടൈമിന്റെ ആ ഒരു ടെൻഷൻ കാരണം അങ്ങനെ പറഞ്ഞു പോയതാണ്. അല്ലാണ്ട് ഷെയർസ് ഒന്നും തരാനായിട്ട് സാധിക്കില്ല എന്ന് പറയും. അപ്പൊ തന്നെ ജിങ്ഷിയും വേവേ നീ ഒരു എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിലല്ലേ ഇവിടെ വന്ന് ജോയിൻ ചെയ്തത്, അപ്പൊ നീ ഒരു എംപ്ലോയി ആണ് അല്ലാണ്ട് ഷെയർ ഹോൾഡർ ഒന്നും അല്ല. സിസോ പറഞ്ഞത് നീ തെറ്റിദ്ധരിച്ചതായിരിക്കും എന്ന് പറയും. എന്ത് തെറ്റിദ്ധരിച്ചതോ? ഞാനോ? നിങ്ങളല്ലേ അപ്പോ കാര്യങ്ങളൊക്കെ മാറ്റി തിരിച്ചു പറയുന്നത്. അപ്പോ നിങ്ങളാണ് തെറ്റുകാരെന്ന് പറയും. ശരി വേവേ നീ എന്തായാലും വെയിറ്റ് ചെയ്യും, ഞാനൊന്ന് സംസാരിച്ചിട്ട് നിന്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറയാന്ന് പറയും. ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്തോളാം, പക്ഷെ ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ നിന്ന് ക്വിറ്റ് ചെയ്യുവാണ്. റൂൾസ് പ്രകാരം എന്റെ റിസൈനിങ് ലെറ്റർ നിന്റെ മെയിലിലേക്ക് അയച്ചേക്കാം. അതേപോലെ തന്നെ എനിക്ക് തരേണ്ട ഷെയർസും നീ എനിക്ക് തരണമെന്നും പറഞ്ഞ് വേവേ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ അസിസ്റ്റന്റ് ലിയോ എന്നും പറഞ്ഞ് ഒരാളെ കോൾ ചെയ്ത് നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഷെയർസ് തരില്ല എന്നല്ല പറഞ്ഞത്, ആലോചിച്ചിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാന്നാണ് പറഞ്ഞതെന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യും. ആക്ച്വലി വേവിനെ കൊണ്ട് ഇങ്ങനെയെല്ലാം ചെയ്യിപ്പിക്കുന്നത് വേറെ ആരുമല്ല, ഞാൻ എന്റെ കസിനായിട്ടുള്ള യുവാനാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ജിൻഷി ഞാനും കൂടി കാറിൽ ഇങ്ങനെ പോവാണ്. അങ്ങനെ ജിൻഷി വേവെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ എന്റെ അടുത്ത് പറയും. എത്രയോ വർഷങ്ങള് ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്നതാണ്, ഒരുമിച്ച് വർക്ക് ചെയ്ത ആളുകളാണ്, എന്നിട്ടും അവൾ എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുവാന്ന് പറയും. അല്ല ഇപ്പൊ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് എന്നെ ചോദിക്കും. വലിയ പ്രോബ്ലം ഒന്നുമില്ല, അവള് എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിലാണ് അകത്തേക്ക് വന്നത്, അതല്ലാണ്ട് അവള് ഷെയർ ഹോൾഡർ ഒന്നും അല്ലാന്ന് പറയും. പിന്നെ എന്താ പ്രോബ്ലം, നീ ആലോചിച്ച് ഡെസ്പാവൊന്നും വേണ്ടാന്ന് പറയും. ആ ടൈമിന് അസിസ്റ്റന്റിന്റെ അടുത്ത് നിന്നും ഇപ്പോ ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്നും പറഞ്ഞ് ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരും. അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി നേരെ ഒരു ടീ ഹൗസിലേക്ക് പോകും. എന്തായാലും നീ അകത്ത് പോയി റെസ്റ്റ് എടുക്ക്, ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞ് നിന്റെ അടുത്തേക്ക് വന്നേക്കാന്നും പറഞ്ഞ് ജിങ്ഷിനെ പറഞ്ഞയച്ച് ഞാൻ അവിടെ ഇരിക്കും. ആ ടൈമിന് മിസ്റ്റർ ചാൻ യാനുമായിട്ടുള്ള ബിസിനസ് ഡീലിങ്ങിനെ കുറിച്ച് ഒരാളുടെ അടുത്ത് സംസാരിച്ചില്ലേ, അയാളിപ്പോ യാനിനെ കാണാനായിട്ട് വരും. എന്തുകൊണ്ടാണ് അവസാന നിമിഷത്തില് ഈ ഒരു ബിസിനസ് ഡീലിങ് വേണ്ടാന്ന് വെച്ചെന്ന് ഇങ്ങനെ ചോദിക്കും. ആക്ച്വലി ഇയാളുടെ ബിസിനസ് നമ്മുടെ യാൻ ടേക്ക് ഓവർ ചെയ്യാനായിട്ട് ഇരിക്കുവായിരുന്നു. അതിനിടയ്ക്കാണ് ചാൻ വന്ന് എല്ലാം കുഴപ്പമാക്കി വിട്ട് ഇയാള് ഹൈ പ്രൈസ് ചോദിക്കുന്നത് പോലും. അങ്ങനെ തന്നെ ഇയാളും ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ഒരു നിലയിലേക്ക് എന്റെ ബിസിനസ് വളർത്തിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന പ്രൈസ് വളരെ കുറവാണ്, എനിക്ക് കുറച്ചും കൂടി അധികമായിട്ട് കിട്ടണമെന്ന് പറയും. പക്ഷെ ഞാൻ അതിന് സമ്മതിക്കുന്നൊന്നുമില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയും. കുറച്ചെങ്കിലും നിങ്ങൾക്ക് കൂട്ടിക്കൂടി, ഒരു 20 മില്യൺ എങ്കിലും കൂട്ടി തന്നിരുന്നേല് ഞാൻ എന്റെ ബിസിനസ് നിങ്ങൾക്കായിട്ട് തന്നേക്കാന്ന് പറയും. അപ്പൊ തന്നെ ഞാനും ഓക്കെ എനിക്ക് തരാനായിട്ട് സാധിക്കും, പക്ഷെ ഇപ്പൊ തരാനായിട്ട് സാധിക്കില്ല. ഞാൻ പറയുന്ന പ്രൈസിനാണെങ്കിൽ നമുക്ക് ഡീലിങ് ഓക്കെ ആണ്, അല്ലെങ്കിൽ ഇത് മൊത്തമായിട്ട് ക്യാൻസൽ ചെയ്ത് ഞാൻ വിടുമെന്ന് പറയും. ഓ അപ്പൊ നിങ്ങൾ പറയുന്നത് ഞാനുമായിട്ട് ഒന്നിനും ഒത്തുപോവില്ല എന്നാണോ? അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞാൻ ഈ ബിസിനസ് മിസ്റ്റർ ചാനിന് മറിച്ചു കൊടുക്കും. അപ്പൊ നിങ്ങൾ സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അപ്പൊ തന്നെ അസിസ്റ്റന്റ് വന്ന് മിസ്റ്റർ ചാനും ഇയാളും ഒരുപാട് തവണ മീറ്റ് ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ ചാന് ആ ഒരു ബിസിനസ് വേണം, പക്ഷെ നമ്മള് ഓൾറെഡി ഡീലിംഗ് ഇട്ടത് കൊണ്ട് അതെങ്ങനെയെങ്കിലും പൊളിക്കണമല്ലോ, അതിനാണ് ഇയാളെ കൊണ്ട് ക്യാഷ് ഒക്കെ കൂട്ടി ചോദിപ്പിച്ചത്. ഇങ്ങനെ ഒരു ഡീലിംഗ് ആവുമ്പോ നമ്മൾ അതിന് സമ്മതിക്കില്ലല്ലോ, അപ്പോ നമ്മള് തെറ്റിപ്പിരിയും. ആ ഒരു ഗ്യാപ്പ് യൂസ് ചെയ്ത് മിസ്റ്റർ ചാൻ ഇത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാനാണ് ഉദ്ദേശം. സോ ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കും. ഞാനാണെങ്കിലും ഇതിനൊരു മറുപടി കൊടുക്കാണ്ട് വെള്ളം എടുത്തിട്ട് ആ ഒരു ടേബിളുമേല് വെള്ളം കൊണ്ട് തന്നെ എഴുതി കാണിക്കും. ഇത് കണ്ട അസിസ്റ്റന്റ് ഓക്കെ ബോസ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തേക്കാന്നും പറഞ്ഞ് പുറത്തേക്ക് പോകും. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ജിൻഷിയും കാണുന്നുണ്ട്. എന്നാലും അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് നേരെ യാനിന്റെ അടുത്തേക്ക് വരും. ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നത്, ഇനിയും ഇവിടെ തന്നെ ഇരിക്കണോന്ന് ഇങ്ങനെ ചോദിക്കും. വേണ്ട നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ തന്നെ പുറത്തേക്ക് പോകും. ഞാൻ ആ ടേബിളിന്റെ പൊക്കത്ത് വെള്ളം കൊണ്ട് എഴുതിയിട്ടില്ലേ, അത് നൈസായിട്ട് ജിൻഷി നോക്കിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടി ഒരു റെസ്റ്റോറന്റിലേക്ക് പോയിരിക്കും. അപ്പോ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം എന്നെ കാണിക്കാനായിട്ട് ആയിരുന്നല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. ബിസിനസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വാറാണ്, അത് നിനക്കും മനസ്സിലാക്കി തരണ്ടേ, അതാന്ന് പറയും. പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ല, കുറച്ച് ഡിഫറെന്റ് അല്ലേ. എനിക്കും വേവേക്കും ഇടയില് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അതിനുപരി ഒരു ഫീലിങ്സും ഞങ്ങളുടെ ഇടയിൽ കിടപ്പുണ്ടെന്ന് പറയും. ബിസിനസ് എന്ന് പറയുമ്പോൾ കുറച്ച് കോൺട്രാക്റ്റും എംപ്ലോയീസും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഒരു ബിസിനസ്സിലേക്ക് ഒരിക്കലും ഇമോഷൻസ് ഒന്നും ഇടാൻ പാടില്ല എന്ന് പറയും. ആക്ച്വലി ജിൻഷിയുടെ അടുത്ത് ആദ്യം മുതലേ തന്നെ ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ ജിൻഷിക്കും ഇപ്പോ കാര്യം മനസ്സിലാകും. അങ്ങനെ രണ്ടുപേരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേ ജിൻഷി വേവേനെ വിളിപ്പിക്കും. എന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്, എന്റെ ഷെയറിന്റെ കാര്യം സംസാരിക്കാനായിട്ടാണോ എന്ന് ചോദിക്കും.
അല്ല വേവേ, നീ എന്തായാലും റിസൈൻ ചെയ്യാനായിട്ട് പോവല്ലേ? അതിന്റെ റെസിഗ്നേഷൻ ഒന്നും എനിക്ക് കിട്ടിയില്ലല്ലോ. ഇനി നിനക്ക് റിസൈൻ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ മുതൽ ബോണസ് കൂട്ടിത്തരാം. നീ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം മതി. അല്ലാണ്ട് ഇവിടെ നിന്നും ഷെയർ ഒന്നും കിട്ടില്ല. അങ്ങനെയുള്ളൊരു കോൺട്രാക്റ്റിലല്ല നീ ഇങ്ങോട്ടേക്ക് വന്നത്. അല്ലാണ്ട് ഞങ്ങൾക്ക് ഷെയർ ഒന്നും തരാനായിട്ട് സാധിക്കില്ല എന്നറിയും. ഇപ്പൊ നിങ്ങൾ ഓരോന്നും മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഇത് ചീറ്റിംഗ് ആണെന്നറിയും. ഞങ്ങള് നിന്റെ അടുത്ത് ഒരു ചീറ്റിങ്ങും ചെയ്തിട്ടില്ല. ഷെയർ തരാന്ന് പറഞ്ഞതില് നിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? തെളിവുണ്ടെങ്കിൽ അതും കൊണ്ട് ഇങ്ങോട്ടേക്ക് വാന്നറിയും. നോർമലായിട്ട് സംസാരിച്ചതില് ഞാൻ എന്ത് തെളിവ് കൊണ്ടുവരാനായിട്ടാണ്? എന്തായാലും ഞാൻ ഈ കമ്പനിയുടെ ഫൗണ്ടിങ് മെമ്പറാണ്. എന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്റെ ടെക്നോളജി. അപ്പോ എനിക്കിവിടെ ഒരു 3% ഷെയർ എങ്കിലും വേണോന്നറിയും. ഇല്ല വേവേ, എനിക്ക് തരാനായിട്ട് പറ്റില്ല എന്നറിയും. ഓക്കെ, അപ്പൊ നിനക്ക് തരാനായിട്ട് പറ്റില്ലല്ലോ, ഇതിന് നീ ഒരിക്കലും മറക്കരുതെന്നും പറഞ്ഞ് വേവേ അങ്ങനെ എഴുന്നേറ്റ് പോകും. അങ്ങനെ നൈറ്റ് ജിങ്ഷു നേരെ വീട്ടിലേക്ക് ചെല്ലും. കുളിയൊക്കെ കഴിഞ്ഞ് ഹെയർ ഒന്നും ട്രൈ ചെയ്യാണ്ട് ഇതും ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. ഇത് കണ്ട് ഞാനും, നീ എന്താണ് ഹെയർ ഡ്രൈ ചെയ്യാത്തതെന്ന് നിന്നെ ചോദിക്കും. എനിക്ക് അതിന് കൂടിയുള്ള എനർജി ഇല്ലാന്നും പറഞ്ഞ് വല്ലാണ്ട് അപ്സെറ്റ് ആയിട്ടിരിക്കും. അങ്ങനെ ഞാൻ തന്നെ അവൾക്ക് ഹെയർ ഡ്രൈ ഒക്കെ ചെയ്ത് കൊടുക്കും. എനിക്ക് മനസ്സിലായി നീ ഇന്ന് വേവയുടെ കൂടെ സംസാരിച്ചു. എന്തായി നിന്നെ ചോദിക്കും. എനിക്ക് അവളെ 5-6 വർഷമായിട്ട് അറിയാം, പക്ഷെ ഇതുവരെ എന്റെ അടുത്ത് ഇങ്ങനെയൊന്നും അവള് സംസാരിച്ചിട്ടേ ഇല്ല എന്ന് പറയും. ജിങ്ഷി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരാളെ മുഴുവനായിട്ടും അറിയാനായിട്ട് 5-6 വർഷം ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്നാൽ മാത്രം പോരാ. അയാളുടെ ഒരു ഡാർക്കസ്റ്റ് സൈഡും കൂടി മനസ്സിലാക്കിയിരിക്കണോന്ന് പറയും. അപ്പൊ തന്നെ ജിങ്ഷി, എന്നാലും എനിക്കൊരു ഡൗട്ട് ഉണ്ട്, നിനക്ക് എത്ര സൈഡാ ഉള്ളേന്ന് നിന്നെ ചോദിക്കും. എനിക്ക് മില്യൺ കണക്കിലുണ്ട്. ദേ ഇപ്പോ നിന്റെ കൂടെ ഇരിക്കുന്നത് പോലും എന്റെ ഒരു സൈഡാണെന്നും പറഞ്ഞിട്ട് ജിങ്ഷിയുടെ ഹെയർ ഡ്രൈ ചെയ്തോണ്ടിരിക്കും. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡും കൂടി ഇവിടെ അവസാനിക്കാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.